എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആധാർ കാർഡ് ഉള്ളവർക്ക് സൗജന്യമായിട്ട് AC ലഭിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഓരോ വർഷവും കഴിയുന്തോറും ചൂട് വർദ്ധിച്ചു വരികയാണ്. ഇന്ന് വീടുകളിൽ AC ഒരു അത്യാവശ്യ ഘടകമായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സൗജന്യ ACയെ കുറിച്ചുള്ള ഏതെങ്കിലും വാർത്തകൾ കണ്ടാൽ അത് പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോയിൽ കേന്ദ്ര സർക്കാർ ഓരോ പൗരനും അവരുടെ ആധാർ കാർഡ് വഴി സൗജന്യമായിട്ട് AC നൽകുമെന്ന് അവകാശപ്പെടുന്നു. ഇത് വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ ഒരു ഓഫറിൽ ആരും തന്നെ ആകർഷിതരായിട്ട് പലരും ഓൺലൈനിൽ പങ്കുവച്ച നിർദ്ദേശങ്ങൾ അതേപടി പിന്തുടർന്നു. ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വീണാൽ വ്യക്തിഗതവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നഷ്ടപ്പെടുന്നതാണ്. ഇത്തരം ഒരു പദ്ധതി നിലവിലില്ലെന്നും വ്യക്തമാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാർ ഇത്തരം കെണികളിൽ വീഴരുതെന്ന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സൗജന്യ AC യോജന എന്ന പേരിലാണ് തട്ടിപ്പ് നടക്കുന്നത്. എല്ലാ ആധാർ കാർഡ് ഉടമകൾക്കും സൗജന്യമായിട്ട് AC നൽകുമെന്നാണ് വ്യാജ പ്രചരണത്തിൽ പറയുന്നത്. സൗജന്യ AC യോജന എന്ന പേരിൽ പുതിയ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു എന്ന തരത്തിലാണ് വ്യാജ പ്രചരണം നടക്കുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള PIB ആണ് ഈ ഒരു അവകാശവാദം വ്യാജമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാറ്റം വരുത്തിയതാണ് എന്നും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ യാതൊരു പദ്ധതി നടത്തുന്നില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നുമില്ലാതെ വില കൂടിയ ഉൽപ്പന്നങ്ങളോ ആനുകൂല്യങ്ങളോ വാഗ്ദാനം ചെയ്യുന്ന ആകർഷകമായിട്ടുള്ള ഇത്തരം അവകാശവാദങ്ങളെ വിശ്വസിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്ന് പരിശോധിക്കാം. സാധാരണയായിട്ട് ഇത്തരം തട്ടിപ്പുകാർ ഒരു ലിങ്കിൽ നിന്ന് APK ഫയൽ ഡൗൺലോഡ് ചെയ്യുവാൻ ഉപഭോക്താക്കളോട് ആവശ്യപ്പെടാറുണ്ട്. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഹാക്കർമാർക്ക് ഫോണിലേക്കും വ്യക്തിഗത വിവരങ്ങളിലേക്കും പ്രവേശനം ലഭിക്കുന്നു. അതല്ലെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പുകാർ വാഗ്ദാനം ചെയ്ത AC ബുക്ക് ചെയ്യുന്നതിനോ ഡെലിവറി ചെയ്യുന്നതിനോ ചെറിയൊരു തുക ആവശ്യപ്പെടുന്നതാണ്. ഈ ഒരു തുക പിന്നീട് തിരികെ ലഭിക്കുമെന്നും ഇത് രജിസ്ട്രേഷനോ സാധനം എത്തിക്കുന്നതിനോ ആയിട്ടുള്ള ചിലവുകൾക്കാണെന്നും അവർ അവകാശപ്പെടുന്നു. മറ്റൊരു രീതിയിൽ ഉപഭോക്താക്കളോട് ഫോമുകൾ പൂരിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ബാങ്കിംഗ് വിവരങ്ങൾ, കാർഡ് വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ, മറ്റ് തന്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധ പുലർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.